2023 നവംബർ 19 രാത്രി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അതിപ്പോഴും മറന്നു കാണില്ല. ഏകദിന ലോകകപ്പാണ്. ടൂർണമെന്റിൽ അതുവരെയും അപരാജിതരായി മുന്നേറിയ ഇന്ത്യ കലാശപ്പോരിന്റെ അന്നേ ദിവസം മൈറ്റി ഓസീസിന് മുന്നിൽ കീഴടങ്ങുന്നു. ട്രാവിസ് ഹെഡ് എന്ന മഹാമേരു സെഞ്ചുറിയുമായി ആ അഹമ്മദാബാദ് മൈതാനത്ത് തല ഉയർത്തി നിന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 120 കോടി ജനങ്ങളും തലകുനിച്ചു നിന്ന ആ രാത്രി മിച്ചൽ മാർഷ് ആ കിരീടത്തിൽ കാലുകയറ്റി വെച്ചു. ഇന്ത്യക്ക് കണ്ണീരും വെണ്ണീരും മാത്രം സമ്മാനിച്ച ആ പേര് മാറ്റിയ അതേ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് 2026 T20 ലോകകപ്പ് കലാശപ്പോരിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടാൻ ഒരുങ്ങുന്നത്. പ്രോട്ടീസിനോടേറ്റ ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ ഒരേയൊരു തോൽവിയും ഇതേ മണ്ണിൽ വെന്തതാണെന്ന സത്യവും ഇന്ത്യയെ പേടിപ്പിക്കുന്നുണ്ട്. ടൂർണമെന്റ് ചരിത്രത്തിൽ കിരീടം നിലനിർത്തുന്ന ആദ്യ ടീം എന്ന സ്വപ്ന സാഫല്യത്തിലേക്കാണ് ഇന്ത്യ ഇത്തവണ ഇറങ്ങുന്നത്. 3 കിരീടം നേടുന്ന ആദ്യ ടീം എന്ന ചരിത്ര ലക്ഷ്യവും ഇതോടൊപ്പമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങി സൂപ്പർ 8-ൽ പ്രോട്ടീസിനോടേറ്റ തോൽവിയോടെ സടകുടഞ്ഞെഴുന്നേറ്റതാണ് ഇന്ത്യ. സഞ്ജു സാംസണിന്റെ ടോപ്പ് ഓർഡറിലേക്കുള്ള തിരിച്ചുവരവ് ഒരു ബൂം ബ്ലാസ്റ്റ് ആണ് ടീമിന് നൽകിയത്. ബെഞ്ച് സാംസൺ എന്ന പരിഹാസങ്ങളിൽ നിന്ന് കിട്ടിയ പഴുതിൽ വാതിലുകൾ ചവിട്ടി തുറന്ന് അയാൾ രചിച്ച കാവ്യം മോസ്റ്റ് ഇൻസ്പിറേഷണലായി. അങ്ങനെ കൊൽക്കത്തയുടെ ആകാശത്ത് താഴ്ത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവനായി. വിമർശന കൂരമ്പുകൾ നെയ്തവർ പ്രശംസകൾ കൊണ്ടുമൂടി. വാങ്കഡയിലും അതേ സൂര്യൻ തന്നെ ഉദിച്ചു നിന്നു. സെഞ്ചുറിയോളം വരുന്ന 2 ഇന്നിംഗ്സുകളിൽ ടൂർണമെന്റ് തന്നെ കളിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന താരം ടൂർണമെന്റ് താരമാകാനുള്ള ഡിസ്കഷനിലേക്ക് കയറിയിരുന്നു. കരിയറിൽ താൻ ഏറ്റവും മോശം രീതിയിൽ കളിച്ച ആർച്ചറിനോട് പീക്ക് പെർഫോമൻസിലായി. കാത്തിരിപ്പിനും അവഗണനയ്ക്കും ശേഷം ഗില്ലിനെ മാറ്റിക്കിട്ടിയ നീതി ന്യൂസിലാൻഡ് പരമ്പരയിൽ കൈവിട്ടതും സ്ഥാനം നഷ്ടമായതും തുടങ്ങിയുള്ള അപ്പ് ആൻഡ് ഡൗണുകളെ എല്ലാം കഴുകിക്കളഞ്ഞു. ഷോർട്ട് ബോളും എക്സ്ട്രാ പേസും ബാക്ക് ഫുട്ടും തുടങ്ങി വീക്ക്നെസ്സുകളെല്ലാം എവിടെയോ മറഞ്ഞുപോയി. ഈ പുതിയ സഞ്ജു സ്പെഷ്യൽ സാംസൺ തന്നെയാകും അഹമ്മദാബാദിലെ ദുർഭൂതം വേട്ടയാടുന്ന മണ്ണിലിറങ്ങുമ്പോഴും ഇന്ത്യയുടെ ധൈര്യം. ഒപ്പം ഒരു ടോപ്പ് ക്ലാസ് മാച്ചിൽ കൂടി സൂപ്പർമാനായി അവതരിച്ച ജസ്പ്രീത് ബുംറയുടെ കൈകളിലേക്കും ആരാധകർ പ്രതീക്ഷ വറ്റാതെ നോക്കും. സഞ്ജുവിനെ പോലെ അർഹതയിൽ അതിജീവിച്ച ഇഷാൻ കിഷനും കത്തിപ്പടർന്നാൽ, സൂര്യകുമാറും ഹർദിക്കും ശിവം ദ്യൂബയും തിലകും എല്ലാം അത് ഏറ്റെടുത്താൽ കിവികൾക്ക് ഗാലറി നോക്കിയിരിക്കാനേ സമയമുണ്ടാകൂ. ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് വരെ എല്ലാവരും താരകമായി കണ്ടിരുന്ന ഒരാളായിരുന്നു അഭിഷേക് ശർമ്മ. വലിയ ഇന്നിംഗ്സിലേക്ക് പോയില്ലെങ്കിലും കഴിഞ്ഞ മത്സരങ്ങളിൽ അയാൾ ചില മിന്നലാട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അഭിഷേക് കൂടി കൊട്ടിക്കയറിയാൽ പിന്നെ കിരീടം ഇന്ത്യയുടെ ഷെൽഫിൽ നോക്കിയാൽ മതി. അഹമ്മദാബാദിലെങ്കിലും അയാൾ തിളങ്ങട്ടെ, അല്ലെങ്കിൽ അഭിഷേകിന് ഇതൊരു ദുസ്വപ്ന ക്യാമ്പയിൻ ആയിരിക്കും. ഫീൽഡിൽ ഇംഗ്ലണ്ടിനെതിരെ തിരിച്ചെടുത്ത ആ പഴയ മികവ് ആവർത്തിക്കേണ്ടതുണ്ട്. ക്യാച്ചസ് വിൻസ് ദി മാച്ച് എന്നാണല്ലോ. അങ്ങനെ അക്സർ ഏന്തി പിടിച്ച വിക്കറ്റുകൾ കൂടിയാണ് കയ്യകന്നുപോയ ഒരു സെമി തിരിച്ചു പിടിച്ചത്. സഞ്ജുവിന്റെ ഒരു ഏർലി ക്യാച്ച് വിട്ട ആ നിമിഷത്തെ ഓർത്ത് ഹാരി ബ്രൂക്ക് ഇപ്പോൾ വിലപിക്കുന്നതും ക്യാച്ചസ് വിൻസ് ദ മാച്ച് എന്നതോർത്താണ്. ആ ക്യാച്ച് ബ്രൂക്ക് നിലത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു? ഇല്ല തന്നെ. ബൗളിംഗിൽ ബുംറയെ മാത്രം ആശ്രയിച്ച് ഒരു കിരീടം കൂടി നേടാനാകുമോ എന്ന ചോദ്യം ഒരു ആശങ്ക തന്നെയാണ്. T20യിൽ 1-ാം നമ്പറുകാരൻ വരുൺ ചക്രവർത്തി ഇപ്പോൾ ക്ലൂലെസ് ആയി ഒരു നിൽപ്പാണ്. സൂപ്പർ 8-ൽ 4 മത്സരങ്ങളിൽ 5-ന് താഴെ ഇക്കണോമിയിൽ 9 വിക്കറ്റ് എടുത്ത താരം അതിനുശേഷം 12-ന് മേലെ ഇക്കണോമിയിലാണ് റൺസ് വിട്ടുകൊടുത്തിട്ടുള്ളത്. നേടിയത് 4 വിക്കറ്റുകൾ മാത്രവും. വരുണിനെ പോലെ അർഷദീപ് സിംഗും എക്സ്പോസ്ഡ് ആയ മട്ടാണ്. ഹർദിക്ക് ലൈനും ലെങ്തും കണ്ടെത്തുന്നതാണ് ആശ്വാസം. ഫൈനലിന് മുന്നേ മറുപദ്ധതി ഇല്ലെങ്കിൽ ഫിന്നലനും ടിം സെയ്ഫേർട്ടും അടങ്ങുന്ന ന്യൂസിലാൻഡിന്റെ കാടൻ അടിക്കാർക്ക് മുന്നിൽ അട്ടം നോക്കി നിൽക്കേണ്ടി വരും. മുഹമ്മദ് സിറാജും കുൽദീപ് യാദവും പുറത്തിരിക്കുന്നുണ്ടെങ്കിലും കലാശപ്പോര് പോലെ ഒരു മത്സരത്തിൽ പരീക്ഷണത്തിന് തയ്യാറായേക്കില്ല. നിലവിലെ സെമി വരെയുള്ള പ്രകടനത്തിൽ കിവികൾ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നും ഇന്ത്യക്ക് നൽകിയിട്ടില്ല എങ്കിലും സെമിയിൽ അപരാജിതരായി എത്തിയ പ്രോട്ടീസിനെ മറിച്ചിട്ട ഒറ്റ പ്രകടനം കിവികളെ ടോപ്പ് ഫേവറേറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രകടനം അവരിൽ നിന്ന് വന്നാൽ ഇംഗ്ലണ്ടിനെതിരെ സെമിയിൽ കണ്ടതിനേക്കാൾ വലിയ നെഞ്ചിടിപ്പേറ്റുന്ന പൂരമാകും അഹമ്മദാബാദിലേത്. ഏതായാലും പൂരം കൊടിയേറാൻ കാത്തിരിക്കാം. സഞ്ജുവേ, ഇന്ത്യയെ മിന്നിച്ചേക്കണേ.